ഭർത്താക്കന്മാർ വിദേശത്താണെങ്കിൽ യുവതികൾക്ക് നേരെ പൂവാലശല്യവും അപവാദ പ്രചരണവും നടത്തുന്നത് ചില മനോരോഗികൾക്ക് രസമുള്ള കാര്യമാണ്. എന്നാൽ സാധാരണക്കാരായ സ്ത്രീകൾക്ക് അത് സഹിക്കാനാവില്ല. തിരുവനന്തപുരം വെഞ്ഞാറമൂട് വാട്സാപ്പിൽ അശ്ലീല സന്ദേശം അയക്കുകയും അപവാദ പ്രചരണം നടത്തുകയും ചെയ്തതിൽ മനം നൊന്ത് ഒരു യുവതി മരിച്ച വാർത്തയെക്കുറിച്ച് കേട്ടു. ഭർത്തൃവീട്ടുകാരും സമീപത്തെ 2 യുവാക്കളും യുവതിയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് യുവതിയുടെ പിതാവും ബന്ധുക്കളും രംഗത്തെത്തി. മുക്കുന്നൂർ ജംഗ്ഷനിൽ വിക്രമൻ പ്രഭാ ദമ്പതികളുടെ മകൾ പ്രവീണയെയാണ് രാവിലെ വീടിന് പിന്നിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പാലാങ്കോണം കൂത്തുപറമ്പിൽ ഗൗരിനന്ദനത്തിൽ താമസിക്കുന്ന യുവതി മുക്കുന്നൂരിൽ സ്വന്തം വീട്ടിലെത്തിയാണ് ആത്മഹത്യ ചെയ്തത്. ഭർത്താവ് വിജു വിദേശത്താണ്. ഭർത്താവിന്റെ ബന്ധുക്കളും അടുത്ത വീട്ടിലെ 2 യുവാക്കളും ചേർന്ന് നിരന്തരം മാനസിക പീഡനം നടത്തിയതിനെ തുടർന്നാണ് മകൾ ആത്മഹത്യ ചെയ്തതെന്ന് പിതാവ് ആരോപിച്ചു. യുവതിയുടെ ഫോണിൽ അശ്ലീല സന്ദേശം അയക്കുകയും മോശമായി പെരുമാറുകയും ചെയ്ത യുവാക്കൾക്കെതിരെ കഴിഞ്ഞ മാസം 30-ന് ഇവർ വെഞ്ഞാറമൂട് പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ പോലീസ് നടപടിയൊന്നും സ്വീകരിച്ചില്ല എന്നാണ് ആക്ഷേപം. കഴിഞ്ഞ ദിവസം പ്രവീണ ഇരുചക്രവാഹനത്തിൽ വരുമ്പോൾ പാലാങ്കോണത്ത് വെച്ച് വാഹനത്തിൽ ഒരു ബൈക്ക് ഇടിക്കുകയും നിർത്താതെ പോവുകയും ചെയ്തതായി പറയുന്നു. റോഡിൽ വീണ യുവതിക്ക് പരിക്കേറ്റിരുന്നു. വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം വീട്ടിലെത്തിയാണ് യുവതി ആത്മഹത്യ ചെയ്തത്. മകളുടെ മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് പിതാവ് വിക്രമൻ ആവശ്യപ്പെട്ടു. ഉന്നത അധികൃതർക്ക് പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം.